അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി. അറസ്റ്റിലായി 9ാം ദിവസമാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. പക്ഷേ ഇന്ന് രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയുമോ എന്നതിൽ ഉറപ്പില്ല. കാരണം ട്രഷറി സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് പണം അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസും രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിന് പുറത്തേക്കുള്ള വഴിയൊരുങ്ങിയത്. പൊതുമുതൽ നശിപ്പിച്ചു, പോലീസിനെ ആക്രമിച്ചു എന്നീ കേസുകളിലാണ് ജാമ്യം. 50,000 രൂപ അല്ലെങ്കിൽ 2 ആൾജാമ്യമാണ് വ്യവസ്ഥ. പൊതുമുതൽ നശിപ്പിച്ചതിന് 1360 രൂപ കെട്ടിവെക്കണം. തുടർച്ചയായ 6 തിങ്കളാഴ്ചകളിൽ പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. രണ്ടാമത്തെ കേസിൽ 25,000 രൂപയാണ് ബോണ്ട്, അല്ലെങ്കിൽ 2 ആൾജാമ്യം. എല്ലാ ചൊവ്വാഴ്ചയും സ്റ്റേഷനിൽ ഹാജരാകണം. മറ്റ് 2 കേസുകളിൽ കോടതി നേരത്തെ രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത രീതി വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. കിടന്നുറങ്ങുകയായിരുന്ന രാഹുലിനെ ജനുവരി 9 പുലർച്ചെയാണ് പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ദിവസങ്ങളായി സമരരംഗത്താണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.